ഹലോ, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസും കൂടെ പുഴുങ്ങിയ എഗ്ഗും ചേർത്ത് തയ്യാറാക്കിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കും അപ്പത്തിൻ്റെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് വറുത്തെടുക്കുന്നത്. ഇത് ഇളം ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. കൂടെ 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഏലക്കയും അതുപോലെ 2 കഷ്ണം പട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ചെറിയതായിട്ടും കൂടെ കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം തേങ്ങ. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ച ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു തക്കാളിയാണ്. വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ആ തേങ്ങയും തക്കാളിയും കൂടെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരു കാര്യം പറയട്ടെ, എൻ്റെ റെസിപ്പി ഇഷ്ടമായ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളിനി വെജിറ്റബിൾസ് എത്രയുണ്ടോ അതിനനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം. അത് എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. സവാളയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്, രണ്ടും കൂടെ. അത് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഫ്രോസൺ ഗ്രീൻ പീസും, ഈ 3 വെജിറ്റബിൾസാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം 3 ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആ മസാലയിൽ ആ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇത് വേവിച്ചെടുക്കണമല്ലോ, അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിങ്ങനെ ഡയറക്റ്റ് ചീനച്ചട്ടിയിൽ വേവിക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം. നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട, പാകത്തിന് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നതേ ഉള്ളൂ. വെള്ളം കുറച്ചുകൂടെ വറ്റാനുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ മൂടി വെച്ച് കുറച്ച് നേരം കൂടെ തിളപ്പിച്ച്. ഇപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉടച്ചു കൊടുക്കുന്നില്ല കേട്ടോ കഷ്ണങ്ങളൊന്നും. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് ആണുള്ളത്. അതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച്, ചാറ് കുറുകിയിരിക്കണോ അതോ കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണോ അതിനനുസരിച്ച് നിങ്ങൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കറി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കറി നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ സമയം കോഴിമുട്ട വെച്ച് കൊടുത്താൽ നമ്മളിനി കറി വല്ലാതെ ഇളക്കണ്ട. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒരു കറി തയ്യാറാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആ ബെൽ ബട്ടൺ കൂടെ അമർത്താൻ മറന്നു പോകരുതേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.